ഹായ് നമസ്കാരം. അങ്കമാലി ഡയറി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ജനുവരി 16 എന്ന ദിനം വരുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു നടനുണ്ട്. നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ. നസീർ സാറിനെ കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള വ്യക്തികൾക്ക് വലിയ നാവാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിലുള്ള വ്യക്തികൾക്കും അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചേശൊക്കെ അറിയാം. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ആ സ്വഭാവ മഹിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വ ഭാവങ്ങൾ ഇന്നും പലരിലൂടെ പറഞ്ഞും കേട്ടറിഞ്ഞും നമ്മളെ പുതിയ തലമുറ അത് അറിയുന്നുണ്ട്. ഏതൊരു വ്യക്തിക്കും നസീറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരിക്കും. എൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ സിനിമകളൊക്കെ കണ്ടു തുടങ്ങുന്നത്. 80കളുടെ അവസാനത്തോടു കൂടി 89 കൂടി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് 1ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ ധ്വനിയായിരുന്നു അവസാനത്തെ സിനിമ എന്നുണ്ട് ഓർമ്മ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകൾ അന്ന് ദൂരദർശനിൽ വന്ന് കണ്ടിട്ടുണ്ട്. CID നസീർ അതുപോലുള്ള സിനിമകൾ. കൂടുതലും കൊമേഴ്സ്യൽ പാക്കേജുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അരക്കള്ളൻ, മുക്കാക്കള്ളൻ, മുറപ്പെണ്ണ്, തുലാഭാരം, അതുപോലെ തന്നെയുള്ള ഒരുപാട് സിനിമകൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം കടന്നു വന്ന സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള സിനിമ മരുമകൾ എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ സിനിമ. പിന്നീട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള വിശപ്പിൻ്റെ പിടിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്ന പേര് മാറ്റി പ്രേം നസീർ എന്ന പേരിൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ അദ്ദേഹത്തിനെ നാമകരണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു. അത് പ്രേം നവാസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഈ രണ്ടുപേരുടെയും സിനിമകൾ ഒരു കാലഘട്ടത്തിൽ വലിയ ഹരം തന്നെയായിരുന്നു. പിന്നീട് പ്രേം നസീർ മുന്നോട്ട് കുതിച്ച് പായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രേം നസീറിൻ്റെ CID സിനിമകൾ ഗംഭീര വിജയങ്ങളാണ് ആ കാലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മാത്രമല്ല മികച്ചൊരു അഭിനേതാവ് കൂടിയായിരുന്ന അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് 1983 ലഭ്യമായി. 81 അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് വിട പറയും മുമ്പേ എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ച സ്റ്റേറ്റ് അവാർഡുകളിലൊന്ന്. ഏതായാലും നല്ലൊരു വ്യക്തി കൂടിയായിരുന്ന ആ ഒരു നടനെ ഒരുപാട് പേർ ഇന്നും ഓർത്തിരിക്കുന്നു. പ്രേം നസീർ എന്ന് പറഞ്ഞ ഒരു പ്രതിഭയുടെ കാലഘട്ടവും അതിനുശേഷവും എന്ന് വേണമെങ്കിൽ മലയാള സിനിമയെ നമുക്ക് വേർതിരിച്ചെടുക്കാം. കാലഘട്ടങ്ങളുടെ ഒരു പുതിയ ശൈലി കൊണ്ടുവന്ന ആ കാലഘട്ടത്തിലെ താരമായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. 130ഓളം സിനിമകളിൽ ശ്രീശീലയുമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വലിയ റെക്കോർഡാണ്. മാത്രമല്ല 730ഓളം സിനിമകൾ, 730 സിനിമകൾ അദ്ദേഹം മെയിൻ ലീഡ് റോളിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗിന്നസ് റെക്കോർഡാണ്. അദ്ദേഹത്തിന് ജനുവരി 16, 1989 മരിക്കുമ്പോൾ 59 വയസ്സായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലും മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിനെ ഓർക്കുകയാണ്, ആദരാഞ്ജലി അർപ്പിക്കുകയാണ്, ഓർമ്മിക്കുകയാണ് ഈ തരുണത്തിൽ അങ്കമാലി ഡയറി.